ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്ന ബാത്റൂം അറ്റാച്ച് വരുന്നത്, ആ ബാത്റൂം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേബിൾ ടോപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അത് റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ് വാഷ് ബേസിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ ഒന്നുമില്ല, നമ്മൾ ചെറിയൊരു കബോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു റൗണ്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മിറർ കൊടുത്തിരിക്കുന്ന രീതി നിങ്ങൾ പറയാം. ചെറിയൊരു കബോർഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡ്രോയോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് പ്രൊജക്ഷൻ ഇല്ല, ഒരു 4 ഇഞ്ച് മാത്രമാണ് മാക്സിമം പ്രൊജക്ഷൻ വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ പറഞ്ഞ മിറർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഉപകാരമായ ഒരു ഐഡിയയാണ്. അപ്പോൾ മിററും അതിൻ്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഡ്രോ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാമ്പു അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രോയുടെ അകത്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയയാണ്. വാഷ് ബേസും കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ. വാഷ് ബേസ് നമ്മളൊരു 60 സെൻറ്റിമീറ്റർ എടുത്തു. ക്ലോസറ്റിൻ്റെ ഏരിയയ്ക്ക് വേണ്ടി ഒരു 90 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്ന വാൾഹാങ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺസീൽഡ് ഫ്ലഷ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ആണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ കൺസീൽ ചെയ്ത് വരുന്ന ഫ്ലഷിൻ്റെ 2 സ്വിച്ച്, വലിയ സ്വിച്ചുണ്ട് ചെറിയ സ്വിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് വരുന്ന വലിയ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം വരും. ആ ചെറിയ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലെവലിലുള്ള വെള്ളം കിട്ടും. രണ്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ടുപുറത്ത് നമ്മൾ ഹെൽത്ത് ഹോസറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഏരിയ 90 സെൻറ്റിമീറ്റർ തന്നെയാണ്. വീണ്ടും നമ്മൾ കുളിക്കുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. കുളിക്കുന്ന ഏരിയയിൽ ഡൈവേർട്ടർ സിസ്റ്റം അതിൻ്റെ സെൻറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കാണുന്നത് ഷവറിനുള്ള ഓപ്ഷൻ, പിന്നെ ലിവർ കാര്യങ്ങൾ, അതായത് റൈറ്റ് സൈഡിലേക്ക് ഇട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ലിവർ മാറ്റുക, തണുത്ത വെള്ളം വരും. ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചൂടുവെള്ളം വരും. അങ്ങനത്തെ സിസ്റ്റം. സെൻറ്ററിൽ ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ മിക്സറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്പൗട്ട് എന്ന് പറഞ്ഞാൽ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ സ്പൗട്ട്, മുകളിൽ ഷവർ സിസ്റ്റം. പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട്, അതായത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമ്മൾ സോപ്പ് ഡിഷ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് നിന്നും ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന രീതികളിൽ നിന്ന് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഡോറ് കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്ന ഏരിയയിലേക്ക് മാറാതെ ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, രണ്ടാമത് ക്ലോസറ്റിൻ്റെ ഏരിയ, മൂന്നാമത് കുളിക്കുന്ന ഏരിയ. അങ്ങനെ ഒരേ ലെയറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് വൺ സൈഡ് ഫീൽ ചെയ്യും. ഇതെല്ലാം അതുപോലെ തന്നെ വൺ സൈഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൺജസ്റ്റഡ് ആയി പോവില്ല, ഇഷ്ടംപോലെ സ്പേസ് കിട്ടും, നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാത്റൂം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരേ ലെയറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു 60 സെൻറ്റിമീറ്റർ വാഷ് ബേസിന് വേണ്ടി, 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ, 90 സെൻറ്റിമീറ്റർ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.